സ്വന്തം വീടുകളിൽ പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരകളായ പല സംഭവങ്ങളും പരിശോധിച്ചാൽ അതിൻ്റെ ഉത്തരവാദികൾ അമ്മമാരായിരിക്കും. അവരുടെ വഴിവിട്ട ജീവിതത്തിൽ ബലി കൊടുക്കേണ്ടി വരുന്നത് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയാണ്. തിരുവനന്തപുരം നഗരൂരിലെ 11-കാരിയെ അമ്മയുടെ കാമുകൻ പീഡിപ്പിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കുട്ടിയുടെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ അധികൃതർ കൗൺസിലിംഗ് നടത്തിയപ്പോൾ അവളെല്ലാം തുറന്നു പറഞ്ഞു. അമ്മയുടെ കാമുകൻ നഗരൂർ സ്വദേശി സനലാണ് കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടോം 13 വയസ്സുകാരിയെയാണ് അമ്മയുടെ സുഹൃത്തുൾപ്പെടെ ഉള്ളവർ ലൈംഗികമായി ഉപദ്രവിച്ചത്. സഖി എന്ന സംഘടനയുടെ കൗൺസിലിങ്ങിലാണ് ഈ കുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. അങ്ങനെയാണ് ഇത് പുറത്തറിഞ്ഞത്. സ്കൂൾ അധികൃതർ നിർദ്ദേശപ്രകാരമായിരുന്നു കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയത്. 5 കേസുകളാണ് തിരുവനന്തപുരം നഗരൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കുട്ടിയുടെ മാതാവിൻ്റെ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. നഗരൂർ സ്വദേശി സനലാണ് ഈ പീഡന കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. കുട്ടിയെ ഉപദ്രവിച്ചിട്ട കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളുമുണ്ട്. ഇവർ 4 പേർക്കെതിരെയാണ്, ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾ 4 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. 3 വർഷമായി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഈ സഖിയുടെ കൗൺസിലിങ്ങിൽ കുട്ടി വെളിപ്പെടുത്തിയത്. നമുക്കറിയാം, പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ നിരവധി പേർ പീഡിപ്പിച്ച സംഭവമുണ്ടായിരുന്നു. അതിന് ഏറെക്കുറെ സമാനമായൊരു സംഭവമാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. ഈ പെൺകുട്ടിയുടെ അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തെ തുടർന്നാണ് മാതാവ് സഖി വൺ സ്റ്റോപ്പ് സെൻട്രൽ നമ്പറിൽ വിവരം അറിയിച്ചത്. 2023 നഗരൂർ സ്റ്റേഷൻ പരിധിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പെൺകുട്ടിയുടെ അമിത മൊബൈൽ ഉപയോഗം വരുന്നു. മാതാവ് ഈ വൺ സ്റ്റോപ്പ് ഈ നമ്പറിൽ അറിയിക്കുന്നു, സഖിയുടെ നമ്പറിൽ അറിയിക്കുന്നു. അങ്ങനെ അവർ നടത്തിയ കൗൺസിലിങ്ങിലാണ് വിവരം പുറത്തു വന്നത്. 2023 ഒരു ദിവസം, വർഷത്തിൽ ഏത് മാസമെന്ന് പറയുന്നൊരു ദിവസം, മാതാവിൻ്റെ സുഹൃത്തായ ഈ പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തുകയും കുട്ടിയോടൊപ്പം കളിക്കുന്നതിനിടെ പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ വിവരം പെൺകുട്ടി ആ ഘട്ടത്തിൽ ആരോടും പറഞ്ഞിരുന്നില്ല. കൗൺസിലിംഗ് ലഭിച്ച വിവരം സഖി പ്രവർത്തകർ നഗരൂർ പോലീസിന് കൈമാറുകയും പോക്സോ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ വൈകാതെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത 4 പേരുടെ പേരിലും കേസുണ്ട്. അവരെയും വൈകാതെ പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കും.